അയ്യോ കുട്ടി നുള്ളല്ലേ, മെയ്യിൽ വേദനയാവില്ലേ, എന്താണ് പാട്ട്. അയ്യോ അച്ഛാ പോകല്ലേ. അപ്പൊ എന്നാ ഇതൊക്കെ ഇവിടെ കിടക്കണം. അതെ, ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്നെ കൊണ്ട് പറയിപ്പിക്കും. അതെ അതെ. ഞങ്ങള് വഴക്കാം തന്നെ മൂച്ചേട്ടെ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. അയ്യോ ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. പണ്ട് 7 മണി എന്ന് പറഞ്ഞാൽ 6:30 മണിക്ക് റെഡി ആയിട്ട് പണ്ട് 7 എന്ന് പറഞ്ഞാൽ 6:30. അതില്ലാന്നുണ്ട്. ഇപ്പൊ 7 എന്ന് പറയുമ്പോ പറഞ്ഞു ഞാൻ ശരിപ്പെടുത്തി കാണാം. അല്ല നല്ലതെന്ന് പറയാന് അപ്പൊ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതെ അല്ല ഒന്നുമില്ല. നല്ലൊരു കാര്യം വെച്ചാൽ എന്റെ മനസ്സിലത്തെ ഒരു കാര്യം വിളിക്കുന്ന ഒരു നല്ല കാര്യം. സിനിമ നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടോ പാരട്ടെ. ജന്മാവിയും കുമ്പത്തിന്റെ മുത്തു ചെയ്തപ്പോൾ ഞാൻ നാടകം കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിൽ പറഞ്ഞ രജനി സാറിന് ചീത്ത പറയാൻ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് കുളപ്പുള്ളി ലീല എന്നെ വന്ന് തേടി പിടിച്ച് ഞാൻ പറഞ്ഞു ആരെ ചീത്ത പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പൈസ വേണം, എനിക്ക് ജീവിക്കണമെന്നും. ആളെ പേരൊന്നും ഞാൻ പറയില്ല. ഒരു സിനിമയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം നേരിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. സാമാന്യ മര്യാദയ്ക്ക് ഡയറക്ടറോട് ഒരു വാക്ക് പറയണ്ടോ. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് സിനിമയിൽ ഇപ്പൊ എത്തിപ്പെടാൻ കുറച്ചുകൂടി എളുപ്പമായി. വളരെ എളുപ്പമാണ്. സിനിമ മാത്രമല്ല ഇപ്പോ അല്ലെ, സിനിമ ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് ഇപ്പൊ സിനിമ മാത്രമല്ലല്ലോ. നമ്മളൊക്കെ സിനിമാക്കാരല്ലേ, നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മളുടെ കയ്യിൽ മൊബൈലുണ്ട്. നമുക്ക് 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ഈ മൊബൈൽ കൊണ്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് തോന്നുന്നു അതൊക്കെ ഏത് രീതിയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ കാത്തിരിപ്പൊന്നും ഇല്ല ഇപ്പൊ. അതന്നെ സിനിമ. ഇതിനകത്ത് വേറെ വലിയ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ എത്തിപ്പെട്ടുന്നിരിക്കട്ടെ, എത്തിപ്പെട്ടാലും നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാനം. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക, അതൊരു ശ്രമകരമാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് പാടായിട്ട് പാടാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു സീനിയർ, അതായത് ഇപ്പം നിങ്ങളെ ക്യാരക്ടേഴ്സേ ശരിക്കും ഒരു മൂവിയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. ഇപ്പൊ നിങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു നിങ്ങളെ ആവശ്യമുണ്ട്. സിനിമ ചേട്ടൻ പറഞ്ഞില്ലേ പ്രായമായിട്ടാണ് വന്നത്, ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ ശരിക്കും നിങ്ങൾക്കാണ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ യൂത്ത് ഇങ്ങനെ മാറി മാറി വരികയാണ്. അതായത് ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ ഇല്ലല്ലോ അല്ലെ. സീനിയർ റോൾസ് ആക്ച്വലി നിങ്ങൾ ആവശ്യമാണ് സിനിമയ്ക്ക്. പുതിയ ഒരുപാട് ആളുകൾ കഥാപാത്രങ്ങൾ കുറവാണ്. പക്ഷെ ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. പണ്ട് ശരിക്കും നായകനോ നായികയോ മാത്രമല്ലായിരുന്നോ ഹൈലൈറ്റ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഒരു സിനിമയുടെ ഗതി തിരിക്കുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ. അതെല്ലാം സിനിമയിൽ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നായകന്റെ നായികയ്ക്കും ഒക്കെ ഒരു അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ കുറവാണ്. അപ്പൊ കാരണം അത് എന്താ വെച്ചാൽ ഈ അണുകുടുംബം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ. ഇപ്പൊ നായകനും നായികയൊക്കെ പൊട്ടി മുളക്കിയ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ സിനിമയിൽ വരുന്നില്ല. ഇതിലെല്ലാം ആ എല്ലാ തരത്തിലും പെട്ട എല്ലാ റേഞ്ചിലും പെട്ട കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു ഗ്രാമീണ അന്തരീക്ഷവും അതിന്റെ നാട്ടുപുറത്ത് ഇപ്പോഴും കാണാവുന്ന പീഡിയത്തിനും ഒക്കെ കാലത്തിനും ഒക്കെ ആയിട്ടൊക്കെ കാണാവുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അത് വെച്ച് എന്നാൽ യുവാക്കളുടെ ഒരു ഇതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ സിനിമ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള അന്വേഷണം. ഇനി അമ്മയിലേക്ക് വന്ന ഏകദേശം 350ഓളം പടങ്ങൾ അമ്മ ചെയ്തല്ലേ. അപ്പൊ ആ തുടക്കം എങ്ങനെയായിരുന്നു? അതായത് ഈ അഭിനയം എന്ന് പറയുന്നത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്ത്? അമ്മ നാടകത്തിൽ കൂടെ അല്ലേ വന്നത്? ഞാൻ നാടകത്തിൽ 5 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് എന്നെ മാഷ് പിടിച്ച് സ്റ്റേജിൽ കയറ്റിയതാണ്. അന്ന് നാടകമൊന്നും അല്ല, ഡാൻസൊന്നും ഇന്നത്തെ കളിയൊന്നുമല്ല. ആംഗ്യപ്പാട്ടുണ്ടെന്ന്, അതായത് ഞാൻ ഇന്ന് ഇത്ര ഹൈറ്റുണ്ടല്ലോ, അന്നത്തെ ഹൈറ്റ് ആലോചിച്ചറിയാലോ. പിന്നെ പറയണ ആള് മറ്റേ കഴക്കോലുത്ത മാത്രല്ല ആളല്ലേ. ഈ നോട്ടം അത്ര നല്ല നോട്ടമൊന്നും അല്ല കേട്ടോ. എന്തോ അതെനിക്കറിയാം, നല്ല നോട്ടമൊന്നും അല്ല. അപ്പൊ മാഷ് പറഞ്ഞ വള്ളി ഞാനൊരു പൂന്നുള്ള മൂന്നി ചൊല്ലണം എന്നൊരു ആംഗ്യപ്പാട്ടുണ്ട്. അപ്പൊ ഞാൻ കുട്ടി വള്ളി എന്ന് പറഞ്ഞാൽ ജാനകിക്കുട്ടി എന്ന് പറയും. അവളെ മേല് കുറെ മുല്ലവള്ളിയൊക്കെ എടുത്തിട്ട് പണ്ടത്തെ സിസറിന്റെ ഉള്ളില് ഈ ഈയം പോലെ അലുമിനിയം പോലെ തിളങ്ങാൻ ഒരു ഇതാണ് ഉണ്ടാവുക. അത് അതിൻ്റെ ഉള്ളിൽ നിർത്താം, അത് പൂവുണ്ടാക്കും. പൂവുണ്ടാക്കിയിട്ട് വർണ്ണക്കടലാസ് അല്ല, ചേട്ടൻ പറഞ്ഞ പ്ലെയിൻ സിസറിന്റെ കാര്യമാണ്, ഇത് വേറെ സിസർ. ഞാൻ പറഞ്ഞില്ലേ ഒരു തൊയിരം തന്നെ തരൂല്ല. വെട്ടാളെന്നെ വൃത്തിയില്ലല്ലോ, അതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കി കഞ്ഞി ഇതിന്റെ ഉള്ളിൽ വെക്കും. ഞാൻ വെടിച്ചും കഞ്ഞ സ്റ്റേജിൽ വെച്ച് തന്ന് എന്നെ അവളേനെയൊക്കെ ശങ്കരൻ മാഷ് എന്ന് പറയും.
എന്നിട്ട് പാട്ടേക്ക് വള്ളി വള്ളി ഞാനൊരു പൂ നുള്ള മോനി ചൊല്ലേണം. അപ്പൊ അവള് പറയും അയ്യോ കുട്ടി നുള്ളല്ലേ മെയ്യിൽ വേദനയാവില്ലേ. ഇങ്ങനെന്താണ് പാട്ട്. അയ്യോ അച്ഛാ പോകല്ലേ. അത് ഇതിൽ നിന്ന് അതൊന്നുമല്ല. വേറെ ഉൾപ്പെട്ടോ? അപ്പൊ എന്നെ ഇതൊക്കെ ഇവിടെ കിടക്കണം. അതെ നീ പറയുന്നത് പറ ചേച്ചി പറ. ഒന്ന് പറഞ്ഞു കൊടുക്കും വിചാരിക്കും. ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്നെ കൊണ്ട് പറയിപ്പിക്കും. അതെ അതെ ചേച്ചിന് വായിന്നൊരു തെറി കിട്ടാൻ നോക്കിയിരിക്കുക. ശരിയാ. ഇപ്പൊ പറയാം മേഡം സാധനം അങ്ങോട്ട് ഒന്ന് ആട്ട വള്ളി വള്ളി കൊണ്ട നോവില്ലേ മറ്റേ അയ്യോ, പാട്ട് അച്ഛാ. വള്ളി വള്ളി അല്ലാണ്ട് അത് പോയി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അത് മതി. അത് കഴിഞ്ഞു. ആ പാട്ട് പാടി. അയ്യോ ആ അച്ഛാ പാട്ടൊക്കെ പോകല്ലേ. കഴിഞ്ഞു. അയ്യോ അച്ഛാ പോകല്ലേ. അയ്യോ പറയിപ്പിക്കല്ലേ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു. നാക്ക് കഴിഞ്ഞു. അന്ന് 40 പേജിന്റെ ബുക്കുണ്ട്. ആ ഒരു ബുക്ക് ഞങ്ങളുടെ മാഷ് സമ്മാനം തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ കല. അത് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ പെണ്ണുങ്ങളൊന്നും നാടകത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ എൻ്റെ അമ്മാവനൊരു ചെറിയ കലാകാരനാണ്. ഇന്ന് ഫ്ലൂട്ട് എന്ന് പറയുന്നു, അന്ന് ഓടക്കുഴല് കുഴലെടുത്തത് പുള്ളി എന്നെ കത്തി കൊണ്ടൊക്കെ തുളച്ചുണ്ടാക്കിയിട്ട് അത് വായിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടികളെ അതായത് വലിയ നാടകം ഇപ്പോൾ പെണ്ണുങ്ങളാവുക ആണുങ്ങൾ, അതിലൊരു കുട്ടി വേണം. ഈ കുട്ടി ഒരു പെൺകുട്ടി. ആ കുട്ടീനെ കള്ളന്മാർ കൊണ്ടുപോകുമ്പോൾ കുട്ടി കരയരുത്, വൈരാഗ്യം തീർക്കാം. അപ്പോൾ ഇവർ ഈ മുഖംമൂടിയൊക്കെ വെച്ച് കൊണ്ടുവരുമ്പോൾ മുട്ടായി തിന്നാൻ കൊടുക്കും. അപ്പോൾ അമ്മാവനോട് പറഞ്ഞു കൃഷ്ണനാരെ നിങ്ങളുടെ മരുളൂട്ടീനെ ഒന്ന് പറഞ്ഞയക്കുമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്നും ഇറക്കൂല പുറത്തേക്ക്. എന്തായാലും ഒക്കെ തല്ലുമ്പോഴും കൂടി അമ്മാവും മുത്തശ്ശിയോടൊക്കെ സമ്മതിപ്പിച്ച് എന്നെ കൊണ്ടുപോയി. എനിക്ക് എന്നെ തിന്നാൻ കിട്ടിയാൽ മതി. ആ മുട്ടായി തിന്നാ നാടകം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ എന്നെ അങ്ങനെ നാടകങ്ങളിലേക്ക് കുട്ടികളായിട്ട് വിളിച്ചു തുടങ്ങി. പിന്നെ സ്കൂളിൽ മാസത്തിൽ ഒരു ദിവസം സാഹിത്യ സമാജം ഉണ്ട്, അതിന് നാടകം ഉണ്ടാവും. അപ്പോൾ ഈ മാഷന്മാർ ഒരു മാഷിയുടെ ഭാര്യയുടെ സാരി 3 കഷ്ണാക്കി ചീന്തി വിലങ്ങത്ത് ചീന്തിയിട്ട് അത് കൊണ്ടുവന്ന് എന്നെ സാരിയാക്കി ഉടുപ്പിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ അങ്ങനെ പിന്നെ അമേച്ചർ നാടകങ്ങൾ ചെറുതായിട്ടൊക്കെ. അന്ന് അമേച്ചർ ഇങ്ങനെയൊന്നുമല്ല, അമേച്ചർന്നൊന്നും പറയില്ല അന്നൊന്നും. അതൊക്കെ പിന്നെ ഇത് വായനശാല നാടകം എന്നാ പറയാ. അപ്പൊ അങ്ങനെ നാടകം അങ്ങനെ വന്ന് പിന്നെ 16 വയസ്സായപ്പോഴേക്കും കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു കലാകാരനാണ്. അങ്ങനെ പിന്നെ ചെറുതായിട്ട് പിന്നേക്കൊക്കെ ഏകദേശം അമേച്ചറിനൊന്നുമില്ല, വായനശാല നാടകങ്ങൾ പോയി പിന്നെ എനിക്ക് കല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ കുടുംബത്തിൽ നിന്നൊന്നും പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ എന്തായാലും വേണ്ടില്ല, അമ്മ സപ്പോർട്ടായിരുന്നു എനിക്ക്. അമ്മ പണ്ടത്തെ കാലത്ത് കച്ചേരി പഠിച്ചതാണ്. 16 വയസ്സ് കല്യാണം കഴിഞ്ഞ് അപ്പോഴും ഞാൻ നാടകത്തിന് പോയപ്പോൾ പരാതി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഒരുത്തരും കൊടുത്തിട്ടുണ്ട്, ഇനി അവന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചു. അങ്ങനെ നാടകത്തിൽ വീട്ടിൽ നിന്ന് അന്നത്തെ കാലത്തെ സപ്പോർട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല ആർക്കും. അമ്മ മാത്രം കലാകാരി ആയതുകൊണ്ട്, അമ്മാവും പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ബാക്കി ആർക്കും താല്പര്യമില്ല. അങ്ങനെ കുറെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ അമേച്ചർ നാടകത്തിനൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ പ്രൊഫഷണൽ നാടകം എൻ്റെ ജീവിത മാർഗമായി. നാടകം ഹസ്ബൻഡ് കലാകാരനാണ്, ജീവിത മാർഗം നാടകമായി. അങ്കമാലി മണവാട്ടി അഞ്ജലി തിയേറ്റേഴ്സിൽ മണവാട്ടി എന്നുള്ള നാടകം കളിക്കുമ്പോൾ കമൽ സാറ് വേറെ കുറച്ച് ആൾക്കാരൊക്കെ നാടകം കാണാൻ വന്നു. അവിടെ ഇരുന്നിട്ട് സാറ് നാടകം കണ്ടു, സാറിന് ഇഷ്ടപ്പെട്ടു. അയാൾ കഥ എഴുതുന്നുള്ള നാടകത്തിൽ സിനിമയ്ക്ക് 3-ാം വർഷത്തിലാണ് സാറേ ഇതിന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്കമാലി അഞ്ജലി കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം എറണാകുളം ചൈത്രധാര, 3-ാമത്തെ കൊല്ലം ചൈതന്യ ഉഷാദയുടെ സമിതിയിൽ. അപ്പോഴാണ് ഇവർ വിളിച്ചിട്ട് അയാൾ എഴുതുന്നുള്ള പടത്തിലേക്ക് വന്നത്. അപ്പം ഞാൻ ആദ്യത്തിലൊക്കെ അപ്പം അതിൻ്റെ മുമ്പ് ഞങ്ങൾ നാടകത്തിന് പോകുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ജയൻ്റെ കോളിളക്കം എന്നുള്ള സിനിമ വന്നു. അപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ നാടകത്തിലത്തെ ഒരു വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പം പോയില്ല. എനിക്കും പേടിയാണ്. ആദ്യത്തിലൊക്കെ ഞാൻ വിചാരിച്ച ഈ സിനിമാ നടി എന്നൊക്കെ പറയുന്നത് സിനിമയൊന്നും കാണാൻ നമുക്കറിയില്ല, കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അത് കളറൊന്നുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ച ആകാശത്തു നിന്ന് വരുന്നതാണെന്നാണ് വിചാരിച്ചത്. മൊത്തം വെള്ള കളറല്ലേ കാണുള്ളൂ, കറുത്ത ആൾക്കാരോ മാറിലോ ഒന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെ ആകാശത്തു നിന്ന് വരുന്ന ഗവൺമെന്റ് ആകാശത്തു നിന്നൊക്കെ വിചാരിച്ചിരുന്നു. അത്രയും വിവരം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാറ് വന്ന് സാറ് നാടകം ഇഷ്ടപ്പെട്ടു. 3-ാമത്തെ വർഷം കൊല്ലം ചൈതന്യ കളിക്കുമ്പോൾ അയാൾക്ക് അതിരുന്നുള്ള സിനിമയ്ക്ക് വന്ന് കമൽ സാറാണ് എന്നെ ശരിക്കും. അതിന് മുമ്പ് ഞാൻ രജനി സാറിൻ്റെ കൂടെ തേന്മാവിയും കുമ്പത്തിൻ്റെ മുത്തു ചെയ്തപ്പോൾ ഞാൻ നാടകം കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിൽ പറഞ്ഞ് രജനി സാറിന് ചീത്ത പറയാൻ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുളപ്പുള്ളിയിൽ എന്നെ വന്ന് തേടി പിടിച്ച്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു രജനി സാറിന് ചീത്ത അറിയാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെ ചീത്ത പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പൈസ വേണം, എനിക്ക് ജീവിക്കണമെന്നും പൈസ വേണമെന്ന് പറഞ്ഞു. രജനി സാറിനെ ചീത്ത പറയണത് ഞാനാണ്, എൻ്റെ മോളോടാണ് ഉമ്മ വയ്ക്കുന്നത് പറഞ്ഞപ്പോൾ മെയിൻ എൻ്റെ ഇരുത്തുന്ന ഇതൊക്കെ പറയണം. അന്ന് രജനി സാർ എന്നെ തമിഴ്നാട്ടിലേക്ക് വിളിച്ചത്. അത് ഞാനിപ്പോൾ എണ്ണാത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറിന് മനസ്സിലായില്ലായിരുന്നു ആദ്യം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ അയാൾക്ക് അതിനുള്ള പടം കഴിഞ്ഞതോടുകൂടി പിന്നെ സാറ് തന്നെ സാറിൻ്റെ ശിഷ്യ വേറെ ഒരു പയ്യനുണ്ടായിരുന്നു, അവനൊരു സ്കൂൾ കുട്ടികളുടെ
പടം ചെയ്തു. അതിലും ഞാൻ തന്നെ. പിന്നെ മധുര നൊമ്പരക്കാറ്റ് അതും ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ്, സാറ് ഫസ്റ്റിനോട് ഇത് ഫസ്റ്റ് ഷൂട്ട് ചെയ്തപ്പം സാറ് പറഞ്ഞ് ലീലേനെ നാടകൻ ഡബ് ചെയ്യാൻ ലീല ചെയ്തു കൊടുക്കുന്ന പറയണം, അല്ല ലീല തന്നെ ഡബ് ചെയ്ത് കൊടുക്കണം. സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ ഡബ് ചെയ്ത് തരാമെന്ന് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡബ് ചെയ്ത് തരാമെന്ന് പറയേണ്ട അവസ്ഥയ്ക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് സീൻ ചെയ്യുമ്പോൾ പറയും ആ ചേച്ചി ഡബ് ചെയ്ത് തരണം കേട്ടോ, ഡബ് ചെയ്ത് തരണം കേട്ടോ എന്ന് പറയും. പകരം ഒരു വോയിസ് കണ്ടുപിടിക്കാൻ പറ്റും. പകരം ഒരു വോയിസ് ഇല്ല. അല്ല അത് പകരം വെക്കാൻ അല്ല നമ്മളുടെ തന്നെ വോയിസ് ഒറ്റ ഡയലോഗ് ഞങ്ങൾ വേറൊരു സീരിയൽ ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് കൃഷ്ണകുമാർ, ചെറിയ കൃഷ്ണകുമാർ ഒന്ന് അരിപ്പൊടി ഇത്രയും മതിയോ സാറേ എന്ന് ചോദിച്ചതിന് സുധാകർ മംഗളവിധത്തിലൊരു കഥ, പിന്നെ KPSC മറ്റേ പിന്നെ സിദ്ദിഖ് ഊർമിളയൊക്കെ ഉണ്ടായിരുന്നു നാടകം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അവിടുത്തെ KPSCയുടെ വീട്ടിലെ സർവൻ്റ് ആയിരുന്നു. ഒറ്റ ഡയലോഗ് തോന്നിയിട്ട് എൻ്റെ ശബ്ദം മാറിയിട്ട് എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞു. എന്തോ എന്നറിയില്ല, അതിലിങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കാൻ ഈ ഫീൽഡിൽ കിട്ടി. അങ്ങനെ കസ്തൂരിമാൻ കഴിഞ്ഞപ്പോൾ കസ്തൂരിമാൻ ഞങ്ങൾ തമിഴിൽ ചെയ്തു. അത് എനിക്ക് തമിഴിലേക്ക് ഒരു എൻട്രി ആയി. അങ്ങനെ തമിഴിലും ഒരുവിധം അവിടുത്തെ വലിയ നായകന്മാര് മുത്തശ്ശി എത്രയോ സിനിമകളിൽ ഇപ്പോ സജീവ സാന്നിധ്യമാണ്. അമ്മ സജീവ സാന്നിധ്യമാണ് ഇപ്പോഴും. അപ്പൊ അമ്മ ഇപ്പൊ ഈ രണ്ട് കാലഘട്ടത്തിലും അമ്മ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ അമ്മയ്ക്ക് തോന്നിയ വ്യത്യാസം എന്താ? അതായത് പണ്ടത്തെ സെറ്റുകളിൽ പോകുമ്പോഴും ഇപ്പോഴത്തെ സിനിമാ സെറ്റുകളിൽ പോകുമ്പോഴും തോന്നിയിട്ടുള്ള നല്ലൊരു അന്നത്തെ ഒരു നല്ല കാര്യം, ഒരു ചീത്ത കാര്യം, ഇപ്പോഴത്തെ ഒരു നല്ല കാര്യം, ഒരു ചീത്ത. ഒരു നല്ല കാര്യം പറയില്ല, ചീത്ത കാര്യം പറയാം. എന്നിട്ട് വേണം എന്നെ ഇപ്പൊ അല്ല ഇപ്പൊ തമിഴിലെങ്കിലും മലയാളം കിട്ടുന്നുണ്ട്. ഇത് കാരണം അതെന്താ നല്ലതെന്ന് പറയാന് അപ്പൊ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതെ അമ്മ തന്നെ പറയുന്നതാണ് അവിടുന്ന് പണി. അല്ല നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യമാണ്. കാര്യം ഇപ്പം പണ്ടത്തെ പോലെ എല്ലാ സിനിമകളും ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞില്ലേ. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഇന്ന് നല്ലൊരു കാര്യം വെച്ചാൽ എന്റെ മനസ്സിലത്തെ ഒരു കാര്യം സിനിമ നമ്മള് വിളിക്കുന്ന നല്ല കാര്യമല്ല. അല്ല എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ പലരോടും പറഞ്ഞൊരു കാര്യമാണ്. ഒരു സിനിമ നായകനുണ്ടായിട്ടോ നായിക ഉണ്ടായിട്ടോ എനിക്ക് കൊളപ്പുള്ളി ലീല ഉണ്ടായിട്ടോ ഇദ്ദേഹം ഉണ്ടായിട്ടോ ഒന്നും സിനിമയാവില്ല. സിനിമ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വേണം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ നാടക ആർട്ടിസ്റ്റാണ്. സിനിമയിൽ വന്നിട്ട് 33 വർഷമായിട്ടേ ഉള്ളൂ. ആ ഒരു പ്രൊഡ്യൂസർ വേണം. ആ ഒരു പ്രൊഡ്യൂസർ എങ്ങനെയെങ്കിലും വന്നാൽ അത് നിലനിർത്തേണ്ടത് അതിൻ്റെ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളുടെയും കടമയാണ്. ആർട്ടിസ്റ്റുകളാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് 7 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. 7 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞാൽ 7 മണിക്ക് വണ്ടി വന്നിട്ട് വിളിക്കുമ്പോൾ ഹലോ സാറേ വണ്ടി വന്നു, ആ ശരി വരാം കടന്നു. പിന്നെ 9 മണി 10 മണി വരെ ആ വണ്ടി അവിടെ കാത്തിരിക്കും. അതമ്മ ഈ കാലഘട്ടത്തിലെ കാര്യമാണോ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ പണ്ട് 7 മണി എന്ന് പറഞ്ഞാൽ 6:30 മണിക്ക് റെഡി ആയിട്ട് അതില്ലാന്നുണ്ട്. ഇപ്പൊ എന്നോട് മേടിച്ചിട്ടേ പോകുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഇന്നത്തെ ഒരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതിനിപ്പോ ആര് പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ 10 മിനിറ്റ് വൈകിയാല് ഒരു സിനിമയിൽ കുറഞ്ഞ എത്ര പേരുണ്ടാവും? ഒരു 25 പേരുണ്ടാവും. ഏറ്റവും കുറഞ്ഞ് 25 പേര് ഒരാൾ 10 മിനിറ്റ് വീതം 25 പേര് 10 മിനിറ്റ് വൈകിയ സമയത്ര പോയി. ഇതിന് പൈസ ആരുടെ പോണം? ആ നേരത്തിന് ചായ കറക്റ്റ് രാവിലെ കറക്റ്റ് കട്ടൻ കിട്ടിയില്ല. ഇന്ന് കട്ടൻ കിട്ടിയില്ല, ഇറങ്ങേണ്ട സിനിമയ്ക്ക്. ചായക്ക് പലഹാരം ശരിയായില്ല, ഇന്ന് പലഹാരം ശരിയായില്ല, ഇറങ്ങേണ്ട സിനിമയ്ക്ക്. ഉച്ചക്ക് മീൻകറി ഇല്ല, ഇന്ന് ഇറങ്ങേണ്ട സിനിമയ്ക്ക്. ശരിയാണോ? എന്നെ നാളെ തന്നെ പിടിച്ചോളാൻ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കേട്ട് ഞാൻ ജീവിച്ചു. ഞാൻ ഈ കൂതറ വേഷം ചെയ്യുന്നോണ്ട് ഏതെങ്കിലും കിട്ടും. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ടോട്ടൽ വരുന്ന ചെലവിന്റെ ആ 10 മിനിറ്റിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ സിനിമ നിലനിൽക്കും. ഇന്ന് പ്രത്യേകിച്ച് പണ്ടൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ സിനിമയിലൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആർട്ടിസ്റ്റുകളും എല്ലാവരും വന്നിരിക്കും, ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ പിന്നെയാ വരികയാണ്. ഇപ്പൊ ഡയറക്ടറും പ്രൊഡ്യൂസറും വന്ന് കാത്തിരിക്കുകയാണ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റ് ഡയറക്ടർമാരെ അതിനും ഞാൻ പറയും. കാരണം അങ്ങനത്തെ ആൾക്കാരെ അവർ വിളിക്കരുത്. ഇന്ന ആള് മാത്രം അഭിനയിച്ചാലേ പടം വിജയിക്കുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരുപാട് കോമഡി ചെയ്യുന്നുണ്ട്, കൂതറ ചെയ്യുന്നുണ്ട്. എന്നെക്കാളും നല്ല കൂതറ ചെയ്യുന്നവരുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു ഡിമാൻഡ് കാട്ടിയാല് അപ്പൊ അങ്ങനത്തെ എന്നെ വിട്ടിട്ട് വേറെ ആൾക്കാരെ വിളിക്കണം.
ഇതൊരു കാര്യം ഞാൻ പരസ്യമായിട്ട് പറയാൻ തീരുമാനിച്ചാൽ എന്നെ എല്ലാവരും ആർക്കും കണ്ടുകൂടാതെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അവിടെ ഞാൻ തമാശയാണ് നല്ലത് പറയാം. ഒരുപാട് ആൾക്കാർ എന്നെ ഇതാക്കിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്ത എനിക്ക് നല്ല ഫീലിങ്സ് ഉണ്ട്. ഇന്നും ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു പൈസ ഒരാൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമുക്ക് അറിയാൻ പാടില്ല. കാരണം ആ പൈസയുടെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അധ്വാനിച്ചിട്ടാണെങ്കിൽ പോലും ആരാൻ ചെയ്യാത്ത പൈസയാണ് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ അധ്വാനിച്ചിട്ടാണ്, പക്ഷെ അത് തരാൻ അവർ തയ്യാറായതുകൊണ്ടാണ്. എന്നെ ഒരു പടത്തിന് വിളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വന്ന് അഭിനയിക്കാൻ പറ്റൂ. അല്ല നിങ്ങൾ തിരികെ കൂട്ടിന്ന് പറഞ്ഞ് ഞാൻ ചെന്നാലേക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ അവര് മാത്രമല്ല സെക്യൂരിറ്റിക്കാരും കൂടെ ഉണ്ടാവും പിടിച്ചു തള്ളാനും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടതാ. എനിക്കറിയില്ല പണ്ടത്തെ സിനിമ. ഞാൻ അയാൾക്ക് അത് നല്ല സിനിമ പ്രൊഡ്യൂസർക്ക് ഒരു സ്ഥാനം നമ്മൾ കൊടുത്തേ പറ്റൂ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നിയ നേരത്ത് വരും, അവർക്ക് തോന്നിയ നേരത്ത്. ഇപ്പൊ ഒന്ന് ഉച്ചയ്ക്ക് പോകണമെന്ന് വെച്ചാൽ അവരങ്ങോട്ട് തീരുമാനിച്ച് അവരോട് പോവുകയാണ്. അതായത് ഞാൻ ആളെ പേരൊന്നും ഞാൻ പറയില്ല. ഒരു സിനിമയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം നേരിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. ഒരു പഴയ ഡയറക്ടറാണ് അയാൾ ഒരു പടം ചെയ്യണത്. സ്ഥലം ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ 4-5 പേര് ഉണ്ട്. 4 ആണുകളും ഒരു 2-3 പെണ്ണുങ്ങളും. ആർട്ടിസ്റ്റായിട്ട് ഞാനുള്ള പെണ്ണുങ്ങൾ, ബാക്കി ജനറലിസ്റ്റാ. ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ സമയം കുറച്ച് വൈകിയപ്പോ ഇവര് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോ 3 പേര് തിരിച്ചിങ്ങോട്ട് വന്നു. ഒരാൾ നേരെ അങ്ങ് പോയി. അവർ അയ്യോ ഇങ്ങോട്ട് വിളിക്കെന്ന് പറഞ്ഞു. അങ്ങോട്ടങ്ങ് പോയി. പുറകെ ചെന്ന് വിളിച്ചപ്പോൾ ഞാൻ വരില്ല, സമയമായിരുന്നു. സാമാന്യ മര്യാദയ്ക്ക് ഡയറക്ടറോട് ഒരു വാക്ക് പറയണ്ടോ? അസോസിയേറ്റ് ഉണ്ടല്ലോ, അസിസ്റ്റന്റ് ഉണ്ട്, അസോസിയേറ്റും പോട്ടെ, ആ അസിസ്റ്റന്റിനോട് ഒരു വാക്ക് പറയണ്ടോ? പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് ഭയങ്കര ഇത് വരുന്നത്. പക്ഷെ അല്ലാതെ അതൊന്നും ശരിയല്ല. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിച്ചിരിക്കും. കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരിതല്ല. ഈ കിട്ടിയവർക്കൊക്കെ അത്, എന്നെ സംബന്ധിച്ച് കലയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്ന് അത് നമ്മൾ അതുപോലെ കൊണ്ടു നടക്കുക. അപ്പൊ നമ്മുടെ ഈ സെറ്റ് എങ്ങനെയായിരുന്നു? സത്യത്തിൽ സംഭവിച്ചെന്നുള്ള അതൊന്ന് പറയാമോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് പകരം ഈ സത്യത്തിൽ സംഭവിച്ചെന്നുള്ള സെറ്റ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു അനുഭവം കൂടെ നമുക്ക്. ഇവര് ഞാനായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധമില്ല, കോമ്പിനേഷൻ സീൻ ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. റിപ്പോർട്ടുകൾ അപ്പോഴപ്പോൾ കിട്ടുന്നുണ്ട്. തകർത്തിട്ട് പോയി എന്നൊക്കെ പറയും. എന്താ തകർത്തെന്നുള്ള സിനിമ നിങ്ങളും സിനിമ കാണുമ്പോഴേ അറിയുന്നുള്ളൂ. അല്ല അപ്പൊ ഇവര് തകർത്തിട്ട് പോയി ഞങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങൾ സത്യത്തിലുള്ളത് സംഭവിച്ച 19-ാം തീയതി സത്യത്തിൽ സംഭവിച്ചത് മാത്രമേ പറയാവൂ. നമ്മൾ ഇതിനകത്ത് ശരിക്കും സത്യത്തിൽ തകർത്തതെന്നാ വേണ്ടത്. എന്റെ പൊന്നു പടച്ചിട്ടൊരു സമയം ആലോചിച്ചതാ ഞാൻ. ചേട്ടാ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മള് ജൂൺ 19-ാം തീയതി നമ്മുടെ പ്രേക്ഷകര് സത്യത്തിൽ സംഭവിച്ചത് കാണാൻ വരണം. ഒരു കാരണം കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് 19-ാം തീയതി സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രം എന്തുകൊണ്ട് വരണം? ഈ സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമീണതയുടെ മണമുള്ള നർമ്മരസങ്ങൾ ആസ്വദിക്കുവാൻ സത്യത്തിൽ ഇത് കണ്ടേ തീരൂ. തിയേറ്ററിൽ പണം കൊടുക്കുവോ? അല്ല, മണം കൊടുത്തിട്ടില്ലെങ്കിലും അവർ ചിരിക്കാനും ചിന്തിക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്. മണം ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലല്ല, എല്ലാരും കൂടി മണം വിട്ടാലും തിയേറ്ററിൽ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റൂല. പണ്ടിന്റെ മണമുള്ള അല്ല അത് അതെ, ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ട് അവർക്ക്. ഉണ്ട്. എന്തായാലും അവര് പോകുമ്പോ ഒരു എന്തെങ്കിലും ഓർത്ത് അവര് ചിരിക്കാതെ ഇരിക്കില്ല. നടന്നോണ്ട് പോകുമ്പോ അവര് അത് ഓർത്ത് ചിരിക്കും. അത് മേമ്പൊടി എന്ന് പറയുന്ന ഒരു പൊടിയല്ലല്ലോ ഈ സിനിമയിൽ നമ്മള് കേട്ടോ. ഈ സിനിമയിൽ ടെക്നിക്കൽ സൈഡിലോ ആക്ടേഴ്സിന്റെ ഇതിലോ മറ്റ് നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ആരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡിനകത്ത് വരാൻ സാധ്യതയില്ല. ആർക്കും ഒരു നയാ പൈസ പോലും ബാധ്യതയില്ല. ആ ബാധ്യത ഉള്ളത് എൻ്റെ പ്രൊഡ്യൂസർ രംഗത്തുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അല്ല അവിടെ. പക്ഷെ മറ്റുള്ളവർക്ക് ഇതിനകത്ത് ജോലി ചെയ്തിട്ടുള്ളവർക്കും അങ്ങനെയുള്ള അത് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഇതിലുണ്ടാകും എന്നുള്ളവരും പൂർണ്ണമായിട്ട് നമുക്കൊരു വിശ്വാസമാണ്. അപ്പം ഈ പടവും അതുപോലെ തന്നെ വരുന്നത് 6 പാട്ടുണ്ട്. അല്ലേ? 6 പാട്ട് ഉണ്ട്. 6 പാട്ട് കൃത്യമായിട്ട് ഉണ്ട്. 6 പാട്ടും ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. അങ്ങനെ പറയണം. അത്ഭുതം. അതാണ് അത്ഭുതമായിരുന്നു കേട്ടോ. അപ്പൊ അത് അവിടെയാണ് ഇനി ഒരു കാര്യം കൂടെ പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രീകാന്തിന്റെ കഥകളിയെ നമ്മൾ ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ഇത്രയും ഇതായിട്ട് അനുഭവപ്പെട്ടത്
ഉപകാരപ്പെട്ടത് ഇപ്പോഴാണ് ഈ മൂവി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരണമെന്ന് അറിഞ്ഞുകൂടാ. അതെ, അത് ഉപകരിക്കാൻ സാധിച്ചു. കഥകളിക്കും ആരും വിളിക്കുന്നില്ല, ഇതിനകത്തൊരു കഥകളി കളിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കഥകളി ചെയ്ത് അഭിനയിച്ചുകൊണ്ട് ഞങ്ങൾക്കും പ്രചോദനമായി. ഞങ്ങൾ ഗോഷ്ഠികൾ കാണിക്കാൻ അത് ഇതിനകത്തൊരു അസറ്റാണ്. കാവല സാറിന്റെ വരികൾക്കാണ് നമ്മൾ ഡാൻസ് ചെയ്തത്. അതെ, ചുവടുകൾ അതൊരു ചരല താളമാണല്ലോ കാവല. ആ പറയണ കേട്ടാൽ തന്നെ അറിയാം ഡാൻസിന്റെ മഹിമ. നമുക്ക് കാണാനോ അല്ലേ, ബാക്കി തിയേറ്ററിൽ പോയി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും ജൂൺ 19 തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സത്യത്തിൽ സംഭവിച്ചത് കാണട്ടെ. അതോടൊപ്പം തന്നെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാവരും ഒന്ന് സഹായിക്കും. അതെല്ലാവരും ഏറ്റെടുക്കട്ടെ. നാടൻ ആ ഒരു ട്രെൻഡ് വീണ്ടും തിരിച്ചു വരട്ടെ. എല്ലാ മൂവീസും അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് മാത്രല്ല, ഇപ്പൊ ആ സമയത്ത് ഇനി ടിക്കറ്റ് എടുക്കാൻ അവിടെ പോയി തിക്കും തിരക്കും ഒന്നും കൂടണ്ട. അത് ഇപ്പോഴേ ഓൺലൈന് ടിക്കറ്റ് ഉണ്ട്, അത് പോയി എല്ലാം എടുക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയാം, അയ്യോ എന്റെ പൈസ പോയി, സമയം പോയി, അതാരും പറയില്ല. അത് ഒറ്റ കുട്ടി പറയില്ല, ആ കുഴപ്പമില്ല കേട്ടോ, നമ്മളെ സമയം പോയില്ല, നമ്മളെ പൈസക്കും നമുക്ക് നഷ്ടമില്ല കേട്ടോ, ഒന്നും കൂടി കാണണം എന്നേ പറയുള്ളൂ. പൈസ വസൂലായി. അല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റൂലേ. അതുകൊണ്ട് ആർക്കും അത് ദോഷം വരില്ല. അവർക്കും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും പടം കാണണം. എന്നിട്ട് ഒറ്റ കാര്യം, സത്യത്തിൽ സംഭവിച്ചത് എന്താ നിങ്ങൾ പറയണം. അല്ല, അത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാം, സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.